ഈ വീഡിയോ നിങ്ങൾ വില കുറച്ച് കാണുകയും ചെയ്യരുത്, പുച്ഛിച്ച് തള്ളുകയും ചെയ്യരുത്. പുച്ഛമുണ്ട് നിങ്ങളുടെ മനസ്സിൽ മാത്രമേ ഇരിക്കാവുള്ളൂ. അതായത് ഈ അടുത്ത കാലത്ത് ഈ 2-3 ദിവസത്തിനുള്ളിൽ നമ്മുടെ വിദേശകാര്യമന്ത്രി ജയശങ്കർ ഒരു വാർത്താ സമ്മേളനം നടത്തി. നമ്മുടെ പാസ്പോർട്ട് പൗരത്വം തെളിയിക്കുന്നതിനുള്ള ഒരു രേഖയല്ലെന്നാണ് പറഞ്ഞത്, വെറും യാത്രാരേഖ മാത്രമാണെന്നുള്ളതാണ്. പക്ഷേ ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളിത് നേരത്തെ ഇത് കണ്ടെത്തേണ്ടതായിരുന്നു. കഴിഞ്ഞ 12 വർഷക്കാലമായിട്ട് നമ്മുടെ ബഹുമാനപ്പെട്ട പ്രധാനമന്ത്രി ഈ യാത്രാരേഖ വെച്ചാണ് എല്ലാ രാജ്യങ്ങളും സന്ദർശിച്ചിരിക്കുന്നത്. അതായത് പുള്ളി സഞ്ചരിക്കാത്ത രാജ്യങ്ങളില്ല നിലവിൽ. നമ്മൾ ഓരോ ദിവസവും പത്രം എടുത്ത് നോക്കുമ്പോഴും നിലവിൽ വാർത്ത കാണുമ്പോഴും നമ്മൾ കാണുന്നതന്നെ നമ്മുടെ പ്രധാനമന്ത്രി വേറെ ഏതെങ്കിലും രാജ്യത്ത് പോയി അവിടുത്തെ വലിയ നേതാക്കന്മാരുമായിട്ട് സംസാരിച്ച് നമുക്ക് വേണ്ടി ചെയ്തു തരുന്നതായിട്ടാണ് കാണുന്നത്. അവർക്ക് തന്നെ, അതായത് നമ്മളെ ഭരിക്കുന്ന ആൾക്കാർക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടുണ്ട്, നിലവിൽ ഇതൊരു യാത്രാരേഖയാണെന്നുള്ള അവർക്ക് ബോധ്യപ്പെട്ടിട്ടുണ്ട്. നമ്മളെ കാണാത്തത് അവർ നേരത്തെ കണ്ടുപിടിച്ചു. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ ഇവിടുത്തെ 137 കോടി ജനങ്ങൾക്ക് പൗരത്വമില്ല നിലവിൽ. അതായത് നമ്മളെ ഭരിക്കുന്ന ആൾക്കാരുൾപ്പെടെ നമുക്കിവിടെ പൗരത്വം ഇല്ലാത്തൊരു നിഷേധിച്ചിരിക്കുന്ന ഒരു രീതിയിലേക്കാണ് വന്നിരിക്കുന്നത്. അദ്ദേഹം അത് നേരത്തെ കണ്ടുപിടിച്ചു. അതായത് നമ്മുടെ പ്രധാനമന്ത്രി നേരത്തെ കണ്ടുപിടിച്ചുകൊണ്ടാണല്ലോ പുള്ളി അത് നമ്മുടെ പാസ്പോർട്ട് വെച്ച്, നമ്മുടെ ഇന്ത്യൻ പാസ്പോർട്ട് വെച്ച് എല്ലാ രാജ്യങ്ങളും ചുറ്റിക്കറങ്ങിക്കൊണ്ടിരുന്നത്. ശരിയല്ലേ? നിങ്ങൾ തന്നെ ഒന്ന് ചിന്തിച്ച് നോക്കിയേ. അതിന് പുള്ളിക്ക് തന്നെ ബോധ്യപ്പെട്ടിട്ടാണല്ലോ പുള്ളി ഭരിക്കുന്ന ഒരു ഭരണ സംവിധാനത്തിന് കീഴിൽ ഒരു വിദേശകാര്യമന്ത്രി ഒരു വാർത്താ സമ്മേളനം വിളിച്ചിട്ട് പറയുകയാണ് നിലവിൽ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇനി മുതൽ നമ്മുടെ പാസ്പോർട്ട് യാത്രാരേഖ മാത്രമാണെന്ന്. അങ്ങനെ പറയുമ്പം ഈ രേഖ, പൗരത്വം തെളിയിക്കുന്നതിൻ്റെ രേഖ ഈ പറയുന്ന ആൾക്കാരും തെളിയിക്കണ്ടേ? ശരിയല്ലേ? അത് നമ്മളൊന്ന് ചിന്തിച്ച് നോക്കിയേ. നമ്മുടെ എന്ത് രേഖയാണുള്ളത്? നമ്മുടെ കുറേ ചെറിയ രേഖകളൊക്കെ ഉണ്ട്. ആധാറുണ്ട്, ജനന സർട്ടിഫിക്കറ്റ് ഉണ്ട്, തിരിച്ചറിയൽ കാർഡുണ്ട്, അങ്ങനെയുള്ള കുറേ രേഖകളൊക്കെ ഉണ്ട്. നമ്മളെ ഏറ്റവും വലിയ രേഖയായിട്ട് നമ്മൾ കണക്കാക്കിക്കൊണ്ടിരുന്നത് നമ്മുടെ പാസ്പോർട്ട് എന്ന് പറയുന്നത്, ഇന്ത്യൻ പാസ്പോർട്ട് എന്ന് പറഞ്ഞാൽ എവിടെ കൊടുത്താലും നമുക്ക് എന്തെങ്കിലും കാര്യങ്ങൾക്കൊക്കെ തന്നെ ഏറ്റവും അടിസ്ഥാനമായിട്ടുള്ള ഒരു രേഖ തന്നെയായിരുന്നു നമുക്ക് ശരിക്കും പറഞ്ഞാൽ. അതിപ്പം യാത്രാരേഖ തന്നെയായിട്ട് മാറി. അതായത് നമ്മുടെ പ്രധാനമന്ത്രി തന്നെ അതിൽ കുറേ യാത്ര ചെയ്ത് ഈ പാസ്പോർട്ട് യാത്ര ചെയ്ത് പുള്ളിക്കും തോന്നി കാണുമായിരിക്കും ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യാത്രാരേഖ ആയിട്ട് തന്നെ പരിഗണിച്ചാൽ മതി, മറ്റു അനുബന്ധ കാര്യങ്ങൾക്കായിട്ട് ഇത് പൗരത്വം തെളിയിക്കുന്നതിനോ അതിനോ ഒന്നും തെളിയിക്കേണ്ട ഒരു രേഖയായിട്ട് കണക്കാക്കേണ്ട കാര്യമില്ലെന്ന് പുള്ളി തന്നെ ചിന്തിച്ചിട്ടുണ്ട്. അല്ല, അങ്ങനെ വരാൻ വഴിയില്ല. അന്നേരം ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു യാത്രാരേഖ തന്നെയാണ്. നമ്മൾ കാണാത്തത് നമ്മുടെ ഭരണാധികാരികളെ നേരത്തെ കണ്ടു. അതുകൊണ്ടല്ലേ അതൊരു യാത്രാരേഖ എന്ന് തന്നെ അല്ലേ? ശരിയല്ലേ? അല്ലെങ്കിൽ അവർ തെളിയിക്കട്ടെ, അവർ ശരിയായ രേഖ കൊണ്ടുവരട്ടെ. പൗരത്വം തെളിയിക്കുന്നുള്ള രേഖ നമ്മുടെ ഭരിക്കുന്ന ഭരണാധികാരികൾ ആദ്യം കൊണ്ടുവരട്ടെ. അവരെ കാണുമായിരിക്കുമല്ലോ, അവരെ കാണണമല്ലോ, അവരെ കണ്ടിട്ടായിരിക്കുമല്ലോ ബാക്കിയുള്ളവർ തെളിയിക്കാൻ പറയുന്നതിൻ്റെ കാര്യം. അത് അവർ കൊണ്ടുവന്ന് കാണിക്കട്ടെ അവരെ എന്താ രേഖയുള്ളതെന്ന്. അവർ തെളിയിക്കട്ടെ, എന്നിട്ട് നമ്മൾ കാണിച്ചാൽ മതി. ഈ 147 കോടി ജനങ്ങളുണ്ട് ഇന്ത്യയിൽ, എന്നിട്ട് അവർ തെളിയിച്ചാൽ മതി. അതാ അതിൻ്റെ ശരി.